വിശുദ്ധ റമദാൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇഫ്താറിൻ്റെ മാസം കൂടിയാണ്. പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി നമ്മുടെ മലപ്പുറത്ത് വന്നപ്പോൾ വീട്ടിൽ വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ എന്നാൽ ഇഫ്താറിനാകാം എന്ന് ഞങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇഫ്താറൊക്കെ കഴിച്ച് അവർ പോയി. തികച്ചും സൗഹൃദ സന്ദർശനമായിരുന്നു. കുറേ കാലമായിട്ട് വയനാട്ടിൽ ഇടയ്ക്ക് വരും. ആ സമയത്ത് അവരെ കണ്ടിട്ട് കുറച്ചായി. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇന്ന് കാണാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ സാധിച്ചു. അത് സന്തോഷമുണ്ട്. രാഷ്ട്രീയമായ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. അവരിവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു. ഇലക്ഷൻ കാലാവസ്ഥ അനുകൂലമെന്ന് പറഞ്ഞു. അതെ UDF-ന് അനുകൂലമായ കാലാവസ്ഥയാണ് ഇവിടെ എന്ന് പറയുന്നത്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വന്നില്ല. അപ്പോൾ പാണക്കാട്ട് വന്നതാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ ഇവിടെ തങ്ങൾ കാണാമെന്ന് വിചാരിച്ചു. തങ്ങൾ ആദ്യം രാഹുൽജിൻ്റെ ചെയർമാൻ, ഇപ്പോൾ പിന്നെ മാഡത്തിൻ്റെ ചെയർമാൻ. അതാ അപ്പോൾ ഒന്ന് വന്നു പോയി, അത്ര തന്നെ ഉള്ളൂ. വയനാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ചൊക്കെ അവർ ചോദിച്ചറിഞ്ഞു. അവിടെ ചുരമലയിൽ ദുരന്തത്തിൽ ഇരയവർക്ക് മുസ്ലിം ലീഗ് വെച്ച് കൊടുക്കുന്ന പ്രൊജക്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അവർ ചോദിച്ചറിയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം അവർ മുഖ്യമന്ത്രിയുടെ ആ പരിപാടിയിൽ പങ്കെടുത്ത കാര്യങ്ങളും ഇവിടെ ഞങ്ങളോട് പറഞ്ഞു. നമ്മുടെ പ്രോജക്റ്റിനെ പറ്റിയും ചോദിച്ചു. വളരെ ഫാസ്റ്റാക്കി ഇത് എടുക്കണം എന്നൊക്കെ പറയുകയുണ്ടായി. ശരി.